ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ സംസ്ഥാനതല ഉദ്ഘാടനം കെ.സി. വേണുഗോപാൽ എം.പി. നിർവഹിച്ചു. ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നും സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി പ്രസിഡന്റും പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെയാണ് സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ സമരം. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ഉപകരണങ്ങളുടെ പ്രശ്നമാണ് ഡോക്ടർ എടുത്ത് കാണിച്ചത്. ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ. ഉപകരണങ്ങളില്ല, മരുന്ന് ക്ഷാമം അതിരൂക്ഷമാണ്. പലപ്പോഴും ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പോലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭ്യമല്ല. എറണാകുളം മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളൊക്കെ ഓരോ പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരുമ്പോൾ ഡോക്ടർമാര് വിളിക്കും നന്ദി പറഞ്ഞുകൊണ്ട്. ഇത് പറയണം ശക്തിയായി പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ തകർന്നിരിക്കുകയാണ് ആരോഗ്യരംഗം. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിന് മുന്നിൽ UDF കൺവീനർ അടൂർ പ്രകാശും, പാരിപ്പള്ളിയിൽ PC വിഷ്ണുനാഥും, മഞ്ചേരിയിൽ AP അനിൽകുമാറും, കോഴിക്കോട് ഷാഫി പറമ്പിലും, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും, തൃശൂരിൽ TN പ്രതാപനും സമരം ഉദ്ഘാടനം ചെയ്തു. അതിനിടെ ആരോഗ്യമേഖലയിലെ LDF UDF കാലത്തെ കണക്കുകൾ താരതമ്യം ചെയ്തുള്ള ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. പൂജ്യങ്ങളൊക്കെ ചേരുന്നത് ആരോഗ്യമന്ത്രിക്കാണെന്നും കണക്കുകളിലെല്ലാം വൈരുദ്ധ്യമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ആ കണക്കെല്ലാം വൈരുദ്ധ്യമാണ്. പേര് മാറ്റിയിട്ട് ഓരോന്ന് പറയുകയാണ്. നമ്മുടെ കാലത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് അത് വേറെ പേരായിരുന്നു. അപ്പോൾ അങ്ങനെ മാറ്റി കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമിക് ഫെയിലുവർ ആണെന്നല്ലേ ഇന്നലെ പറഞ്ഞത്. സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ ആണെങ്കിൽ ആരായിരുന്നു ഉത്തരവാദി? മീഡിയ 1 കണ്ണൂർ.